ഇന്ന് ഹിന്ദു സ്വാഭിമാന ദിനം. അയോധ്യയിൽ വൈദേശിക ശക്തികൾ ഉയർത്തിയ അപമാനത്തിന്റെ തർക്കമന്ദിരം കർസേവകരുടെ കരുത്തിൽ തകർന്നു വീണിട്ട് ഇന്നേക്ക് 32 വർഷം. രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ആദ്യ ഹിന്ദു സ്വാഭിമാന ദിനമാണ് ഇന്ന്. ഭാരതത്തിലേക്ക് തുടർച്ചയായുള്ള ഇസ്ലാമിക അധിനിവേശത്തിന്റെ തുടക്കം 11-ാം നൂറ്റാണ്ടിലാണ്. ഹിന്ദു സംസ്കൃതിയുടെ ഹൃദയഭൂമികളായ അയോധ്യയും മധുരയും കാശിയുമെല്ലാം വൈദേശിക ആക്രമണത്തിന് വിധേയമായി. 1528-ൽ അയോധ്യയിലേക്കുള്ള ബാബറുടെ ആക്രമണം, ശ്രീരാമ ജന്മഭൂമിയിൽ ലവകുശന്മാർ സ്ഥാപിച്ച മഹാക്ഷേത്രം തകർത്ത് അവിടെ മസ്ജിദ് നിർമ്മിക്കുന്നു. അയോധ്യയെ തിരികെ പിടിക്കാൻ ഐതിഹാസികമായ നിരവധി പോരാട്ടങ്ങൾ. ആയിരക്കണക്കിന് രാമഭക്തർ ജീവത്യാഗം ചെയ്തു. 984-ലാണ് വിശ്വ ഹിന്ദു പരിഷത്ത് അയോധ്യ പ്രക്ഷോഭം ഏറ്റെടുക്കുന്നത്. അപമാനത്തിന്റെ അടയാളമായ മിനാരം നീക്കം ചെയ്യണമെന്ന വികാരം രാജ്യത്തൊട്ടാകെ അലയടിച്ചു. 989-ൽ ശിലാന്യാസ്, 1990-ൽ ആദ്യ കർസേവ. മുലായം സിംഗിന്റെ പോലീസ് നടത്തിയ വെടിവെപ്പിൽ കൊൽക്കത്തയിൽ നിന്നുള്ള സഹോദരന്മാർ രാം കൊട്ടാരിയും ശരത് കൊട്ടാരിയും ഉൾപ്പെടെ നൂറുകണക്കിന് രാമഭക്തർ ബലിദാനികളായി. 1992 ഡിസംബർ 6-ന് കാർസേവകരുടെ കരുത്തിൽ തർക്കമന്ദിരം പൊളിഞ്ഞു വീണു. ലെ സുപ്രധാനമായ കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് രാമക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം നടന്നത്. കഴിഞ്ഞ ജനുവരി 22-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാർമ്മികത്വത്തിൽ മഹാക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ. ആത്മാവിനേറ്റ മുറിവുകൾ പേറി മാതാവ് നൂറ്റാണ്ടുകൾ പലതാ, സന്താന ശതകോടി ജനതൻ നൊമ്പരം മന്ദിരമുയരാൻ വ്രതമെടുത്തു. സർവവിഘ്നങ്ങളും സംഹതാശക്തി തൻ അവതാര സംഘം തുടച്ചു നീക്കി. മന്ത്രവും തന്ത്രവും താപസ ശക്തിയും മകുടങ്ങൾ മൂന്നും പിഴുതുമാറ്റി. ജനം, ഡൽഹി.